എല്ലാവർക്കും നമസ്കാരം. മീഡിയ ഡിക്ഷണറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വൾച്ചർ ജേർണലിസമിനെ കുറിച്ചാണ്. വൾച്ചർ ജേർണലിസം എന്നത് വ്യൂവേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി സെൻസേഷണൽ ന്യൂസിനെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ജേർണലിസം സ്റ്റൈലാണ്. ഒരു വൾച്ചർ എങ്ങനെ മരിച്ച ജീവികളെ തേടി നടക്കുന്നുവോ അതുപോലെ തന്നെയാണ് ഈ ജേർണലിസം സ്റ്റൈൽ ട്രാജഡി, ആക്സിഡന്റ്സ്, ക്രൈം, സ്കാൻഡൽസ് പോലുള്ള നെഗറ്റീവ് ന്യൂസിനെ ഓവറായി കവർ ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരു ആക്സിഡന്റ് നടന്നാൽ വിക്ടിമിനെ റെസ്പെക്ട് ചെയ്യുന്നതിന് പകരം ക്യാമറ ഫേസിൽ വെച്ച് ഇമോഷണൽ റിയാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, ഫാമിലി മെമ്പേഴ്സിനെ പ്രഷർ ചെയ്ത് ഇന്റർവ്യൂ എടുക്കുക, അല്ലെങ്കിൽ ഫാക്ട്സ് വെരിഫൈ ചെയ്യാതെ റൂമർ സ്പ്രെഡ് ചെയ്യുക. ഇതൊക്കെ വൾച്ചർ ജേർണലിസമിന്റെ എക്സാമ്പിൾസ് ആണ്. ഇതിന്റെ മെയിൻ എയിം പബ്ലിക്കിനെ കറക്റ്റ് ഇൻഫോർമേഷൻ കൊടുക്കുകയല്ല, പകരം മോർ വ്യൂസ്, TRP, ക്ലിക്ക് ബേറ്റ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടുക എന്നതാണ്. ഇതുപോലുള്ള റിപ്പോർട്ടിംഗ് കൊണ്ടാണ് വിക്ടിംസിനും അവരുടെ ഫാമിലിക്കും ഇമോഷണൽ സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഫോൾസ് ഇൻഫർമേഷൻ സ്പ്രെഡ് ആയാൽ സൊസൈറ്റിയിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഇത് മീഡിയയോടുള്ള പബ്ലിക് ട്രസ്റ്റ് കുറയ്ക്കുകയും ചെയ്യും. റെസ്പോൺസിബിൾ ജേർണലിസം എന്താണ്? ന്യൂസ് കറക്റ്റായി വെരിഫൈ ചെയ്യുക, പ്രൈവസി റെസ്പെക്ട് ചെയ്യുക, സെൻസേഷണൽ ഹെഡ്ലൈൻസ് അവോയ്ഡ് ചെയ്യുക, ഫാക്ട്സ് ബാലൻസ്ഡ് ആയി പ്രസന്റ് ചെയ്യുക. ഒരു ജേർണലിസ്റ്റിന്റെ ഡ്യൂട്ടി സ്പീഡ് മാത്രമല്ല, ആക്യുറസിയും എത്തിക്സും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. വൾച്ചർ ജേർണലിസം ടെമ്പററി അറ്റൻഷൻ കിട്ടിയേക്കാം, പക്ഷെ അത് സൊസൈറ്റിക്ക് നല്ലതല്ല. അതുകൊണ്ട് മീഡിയ ഓൾവേസ് റെസ്പോൺസിബിൾ, എത്തിക്കൽ, ഫാക്ട് ബേസ്ഡ് റിപ്പോർട്ടിംഗ് ഫോളോ ചെയ്യണം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും അറിയിക്കുക. നന്ദി, നമസ്കാരം.